കൂട്ടുകാരെ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ കീർത്തീസ് ലൈഫ് ബ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് എങ്ങനെ വളരെ എളുപ്പമായിട്ട് ക്യാബേജ് തോരൻ ഉണ്ടാക്കാം എന്ന വീഡിയോ ആണ്. ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തോരന് ആവശ്യമായ സാധനങ്ങൾ: ക്യാബേജ്, ക്യാരറ്റ്, പച്ചമുളക് എന്നിവ നന്നായി ചെറുതായി കട്ട് ചെയ്തത്, സവോള ചെറുതായി കട്ട് ചെയ്തത്, പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, തേങ്ങ ചിരണ്ടിയത് ആവശ്യത്തിന് എന്നിവയെല്ലാം ഒരു പാത്രത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾ എന്നിവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇവ നന്നായി ഇളക്കി മാറ്റിവെക്കാം. കൈകൊണ്ട് ഇളക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗ്യാസ് ഓണാക്കി ഗ്യാസിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്കും അതിൽ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കടുക് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. കടുക് ചൂടായി കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളിയോ അത് അല്ല എങ്കിൽ സവോളയോ ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് ഗ്യാസ് ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായി തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ മിക്സ് ചെയ്തിട്ട് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും ഞാൻ തോരന് ഇളക്കി വെച്ച പാത്രത്തിലേക്കാണ് ചേർക്കാൻ പോകുന്നത്. കാരണം ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയൊരു പാൻ ആയതിനാലാണ്. അതിനാൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. നിങ്ങൾ ഉരുളിയോ ചീനച്ചട്ടിയോ അങ്ങനെയുള്ള വലിയ എന്തെങ്കിലും പാത്രത്തിലാണ് കടുക് വറക്കുന്നത് എങ്കിൽ ഇളക്കി വെച്ചിരിക്കുന്ന തോരനുള്ള ചേരുവകൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാനിത് ഇപ്പോൾ ബ്രൗൺ കളർ ആകുന്നതുവരെ നന്നായി തന്നെ മിക്സ് ചെയ്യുന്നുണ്ട്. ബ്രൗൺ കളർ ആയതിനു ശേഷം മാത്രമേ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുള്ളൂ. ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചാണ് മിക്സ് ചെയ്യുന്നത്, അല്ലാതെ ഗ്യാസ് കൂട്ടിയൊന്നും ഹൈ ഫ്ലെയിമിലൊന്നും വെച്ചിട്ടില്ല. അങ്ങനെ വെച്ച് കരിഞ്ഞപ്പോൾ ഇപ്പം ഞാൻ മിക്സ് ചെയ്തു. ഞാൻ തോരന് ഉള്ള ചേരുവയ്ക്കകത്തേക്ക് കടുക് ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ഞാനത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തോരനുള്ള ചേരുവകൾ വെച്ചിരിക്കുന്നതും ലോ ഫ്ലെയിമിൽ തന്നെയാണ്, അല്ലാതെ ഹൈ ഫ്ലെയിമിൽ ഒന്നുമല്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് കരിയാൻ സാധ്യത കൂടുതലാണ്. ലോ ഫ്ലെയിമിൽ വെച്ചാലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ശ്രദ്ധ മാറിയാൽ തോരൻ കരിയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തോരൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്, വളരെ ടേസ്റ്റിയാണ്. ഞാൻ തോരൻ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ആവി അതിനുള്ളിൽ നിൽക്കുന്ന രീതിക്ക് പറ്റിയ ഒരു അടപ്പ് വെച്ച് തന്നെ ഞാനത് അടയ്ക്കുകയും ചെയ്തു. ചെറിയ ആവിയിൽ നിന്ന് തന്നെ അത് വേകുന്നതാണ് നല്ലത്. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് എടുക്കുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് എടുക്കുമ്പോഴേക്കും, പറഞ്ഞതിൽ മിസ്റ്റേക്ക് പറ്റി 10 മിനിറ്റ് എടുക്കുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ അടപ്പ് മാറ്റി കൊടുത്ത് ആവി അത് കാണുമ്പോഴേക്കും നമുക്ക് അത് തുറന്ന് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിൽ ആവി കയറി നല്ല രീതിയിൽ വരും നമുക്ക് അറിയാൻ പറ്റുന്ന സമയം തുറന്നൊരു 5 മിനിറ്റ് കൂടുമ്പോൾ തുറന്ന് നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും മിക്സ് ചെയ്ത് അവിടെ തന്നെ നിൽക്കണമെന്നൊന്നുമില്ല. ആവശ്യത്തിന് മാത്രം തുറക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമൊന്നും ആക്കരുത്. എളുപ്പമാകാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിച്ചാൽ കരിയാതെ കിട്ടുകയുള്ളൂ. അങ്ങനെ ഇപ്പോൾ എനിക്ക് തോരൻ റെഡി ആയിട്ടുണ്ട്. ഞാനത് ഒരു ബൗളിലേക്ക് മാറ്റി. ഇതാണ് തോരൻ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കുക. റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.